വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 38,000 രൂപ വരെ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധാരണക്കാരന് പോലും വളരെ പെട്ടെന്ന് അപ്രൂവ് ചെയ്ത് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് ചാർജുകൾ ആവില്ലേ എന്നായിരിക്കും നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കുന്നത്. 38,000 രൂപ വരെയൊക്കെ സേവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. പക്ഷേ ആ ടെൻഷനും വേണ്ട. നിങ്ങൾ 1 രൂപ പോലും ജോയിനിങ് ഫീ ആയോ ആനുവൽ ഫീ ആയോ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് നൽകേണ്ടതില്ല. അതുമാത്രമല്ല, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീയുമാണ്. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചെറിയ സമ്മാനവും നേടാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ അറിഞ്ഞിരിക്കാം. അപ്പോൾ അതാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. ആ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റേ അതിന് മുന്നേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് അറിയണ്ടേ. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അല്ലാണ്ട് കുറേ അധികം ക്രെഡിറ്റ് കാർഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും വിശദമായിട്ട് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഓഫർ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഓരോ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആ റിവാർഡ് പോയിന്റുകൾ നമ്മൾ പിന്നീട് റിഡീം ചെയ്തെടുക്കാറുമുണ്ട്. അതായത് നമുക്ക് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളായിട്ടോ റിഡീം ചെയ്തെടുക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മളിവിടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 6 റിവാർഡ് പോയിൻ്റാണ് ഇവിടെ ബാങ്ക് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഒരു ക്രെഡിറ്റ് കാർഡ് പുതിയതായിട്ട് എടുക്കുന്നതെങ്കിൽ അവർ 2 പ്രധാന ഫീച്ചേഴ്സ് ആ ഒരു ക്രെഡിറ്റ് കാർഡിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് അതിന് അപ്ലൈ ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് ആണ്. നിങ്ങൾക്കറിയാം, എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ വെറും 2 രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ച് ആക്സസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയയിൽ നല്ല VIP സെറ്റപ്പിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. അത്യാവശ്യം ഡ്രിങ്ക്സും കിട്ടും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് യാത്ര ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ഇവിടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ 8 ലോഞ്ച് ആക്സസും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വർഷത്തിൽ 2 ലോഞ്ച് ആക്സുമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതിന് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ഓരോ ക്വാർട്ടറിലും ഒരു നിശ്ചിത ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തിയിരിക്കണം. ഇനി നിങ്ങൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 2 മൂവി ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. അതായത് ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 500 രൂപ വരെയും വിലയുള്ള 2 ടിക്കറ്റാണ് ഒരു വർഷത്തിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നത്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഗോൾഫ് കളിക്കുന്നവരുണ്ടോ? എനിക്ക് ഗോൾഫിൻ്റെ ABCD പോലും അറിയില്ല, അത് കളിക്കാറുമില്ല, അതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. പക്ഷേ അങ്ങനെ ഗോൾഫ് കളിക്കുന്നവരാണെങ്കിൽ അവർക്കും പ്രിയപ്പെട്ട ഒരു കാർഡാവും ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഫ് കോഴ്സിലെ ആക്സസ് ഒരു വർഷത്തിൽ 4 എണ്ണം ഇതിൽ സൗജന്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ട്രാവലർ ഒരു ക്രെഡിറ്റ് കാർഡിന് പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞു ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. ആ ഒരു ലോഞ്ച് ആക്സസ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിനുണ്ട്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഫോറക്സ് മാർക്കപ്പ് ഫീ ആണ്. അതായത് നമ്മൾ ഇൻ്റർനാഷണലിൽ പോയിട്ട് അവിടെയൊക്കെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ 3% അല്ലെങ്കിൽ 4% വരെയൊക്കെ മാർക്കപ്പ് ഫീ എന്നും പറഞ്ഞ് നമ്മുടെ ബാങ്കുകൾ ചാർജ് ചുമത്താറുണ്ട്. ആ ഒരു മാർക്കപ്പ് ഫീ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ വെറും 1.5% മാത്രമാണ്. അപ്പോൾ ട്രാവലേഴ്സിന് ഹാപ്പി ആവുന്ന 2 കാര്യങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിലുണ്ട്. ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ചില ചെറിയ സമ്മാനങ്ങൾ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കുമെന്ന്. അതായത് ഒരു ചെറിയ ഗിവ് അവേ ആണ് ഇത്. ബാങ്ക് നടത്തുന്നതാണ്. എന്താണ് സംഭവം എന്ന് പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ 10 പേർക്ക് 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ബാങ്ക് തരും. ഒരു ചെറിയ ഗിവ് അവേ. ഹാപ്പി അല്ലേ? ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കാം. നിങ്ങളുടെ ജോലി എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ശമ്പളം ഉണ്ടെങ്കിലാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡും ഏതൊരു ക്രെഡിറ്റ് കാർഡും ലഭിക്കുക. അത് ജോലി ഇപ്പോൾ ഡ്രൈവർ ആയിക്കോട്ടെ, കൂലി ആയിക്കോട്ടെ, ഇതൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷേ ആ ഒരു വരുമാനം ഉണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾ ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം, അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വന്നേക്കാം, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കൊടുക്കേണ്ടി വരും. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ 21 വയസ്സെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിനെ അപ്ലൈ ചെയ്താൽ മതി. 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ബാങ്ക് നൽകുന്നത്. പിന്നെ നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ സാലറി മതി മാസം, നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപയെങ്കിലും വരുമാനം തെളിയിക്കുന്ന ആ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സിമ്പിളായിട്ട് കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സിവിൽ സ്കോർ വേണം, അതാണ് ഇവിടെ മെയിൻ നോക്കുന്നത്. സിവിൽ സ്കോർ 720 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. പല ആളുകളും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ട് പറയുന്നു, എനിക്ക് സിവിൽ സ്കോറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നില്ല. എന്താണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് അറിയാമോ?
നിങ്ങൾ എപ്പോഴും ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ആധാർ കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുക്കും. എപ്പോഴും നിങ്ങളുടെ ആ ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. അത് കൊടുത്താൽ മാത്രമേ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി സക്സസ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആധാറും പാനും കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ആധാറും പാനും കൂടി ലിങ്ക് ചെയ്യാത്തവർ ഇനി ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ 1000 രൂപ ഫീസ് കൊടുക്കണം, 50 രൂപ അക്ഷയയിലും ഫീ കൊടുക്കേണ്ടി വരും. അതും കൂടി അറിഞ്ഞോട്ടാ. ഇതൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ആ സമയത്ത് പോയി ചെയ്യാത്തവരൊക്കെ ഇനി 1000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിലും ആ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് അതുകൂടി ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ നമ്പറും മൊബൈൽ നമ്പറും ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറും പാൻ നമ്പറും ആധാറൊക്കെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ പാൻ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ എൻ്റർ ചെയ്ത് ആ താഴെ ടിക്കൊക്കെ ഇട്ടിട്ട് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ OTP വരും. നിങ്ങൾ OTP കൺഫേം ചെയ്യണം. ഇനിയത്തെ സെക്ഷനിൽ നിങ്ങളുടെ പാൻ കാർഡിൽ പേരെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് നെയിം മാത്രം എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിഷ്യൽ അവിടെ രേഖപ്പെടുത്താം, ഇനിഷ്യൽ ഉണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കൂടുതലും അച്ഛൻ്റെ പേരായിരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇതുപോലെ ഇന്ത്യൻ ആ ഒരു ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ സാലറി എത്രയാണ് അതൊരു ഏകദേശം കറക്റ്റ് ആവുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് ഒരു OTP വരും. അപ്പോൾ എപ്പോഴും വർക്കിംഗ് ആ ഒരു ഇമെയിൽ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ആ ഒരു OTP നിങ്ങളവിടെ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ OTP നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കും. അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് അവിടെ ടിക്കറ്റ് ആയിട്ട് ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിലുള്ള നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കാണിക്കും. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് അവിടെ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക നിങ്ങൾക്ക്. അതിന് താഴെ നിങ്ങളുടെ വീട് അത് നിങ്ങളുടെ സ്വന്തമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരിലാണെങ്കിൽ ജസ്റ്റ് ബാറിൽ നിന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സെക്ഷനിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അവിടെ ഒരു ഒഫീഷ്യൽ ഇമെയിൽ ID ചോദിക്കും. അത് നിങ്ങളൊരു Gmail ID എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എപ്പോഴും ഒരു മഞ്ഞ ലൈൻ വരും. മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ആ ലൈൻ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ Gmail ID ആണെങ്കിൽ ആ രണ്ടാമത്തെ ഒരു Gmail ID അവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഒഫീഷ്യൽ മെയിൽ ID ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നെക്സ്റ്റ് കൊടുത്ത് ആ ഒരു മെയിൽ IDയിലേക്കും വരുന്ന ആ ഒരു OTP അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏത് കാർഡാണ് എലിജിബിൾ ആയിട്ടുള്ളതെന്നും അതിന് എത്ര രൂപ വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് അനുവദിക്കുമെന്നും കൂടി അവിടെ കാണിച്ചിട്ടുണ്ടാവും. നോക്കിയാൽ അറിയാം, ഇവിടെ ഇപ്പോൾ 50,000 രൂപയാണ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് അനുവദിക്കുന്നതെന്ന് കൂടി കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അവിടെ ഗെറ്റ് നൗ എന്ന് അമർത്തിയാൽ മതി. അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ KYC ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുക.